നമസ്കാരം. നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ നിർണ്ണയിക്കുന്നതിൽ ജന്മനക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങളുടെ സ്ഥാനചലനങ്ങൾക്കും വലിയ തോതിലുള്ള പങ്കുണ്ട്. ചില സമയങ്ങളിൽ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ വലിയ തോതിലുള്ള ഭാഗ്യങ്ങൾ കൊണ്ടുവരുമ്പോൾ, ചില സമയങ്ങളിൽ ചില കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളുടെയും ജാഗ്രതയോടുകൂടി മുമ്പോട്ട് പോകേണ്ട കാലഘട്ടവും കൂടിയാണ് ഇതിന് കാണപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട ചില നക്ഷത്ര ജാതകരുണ്ട്. ഈ നക്ഷത്ര ജാതകർക്ക് വലിയ പ്രതിസന്ധികളാണ് ജീവിതത്തിൽ വരാൻ കാരണമായി തീരുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ജ്യോതിശാസ്ത്ര പ്രകാരം വലിയ തോതിലുള്ള പരീക്ഷണ കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കേണ്ട സമയമാണ്. നിങ്ങൾ ഈ നക്ഷത്രത്തിൽ നിങ്ങൾ ഉണ്ടോ എന്ന് ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് മനസ്സിലാക്കുക. ഈ നക്ഷത്രക്കാർക്ക് ധനനഷ്ടമുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ അസാരസ്യം എന്നിവയൊക്കെ നേരിടേണ്ട സാഹചര്യങ്ങളും വലിയ വെല്ലുവിളികൾ നേരിടേണ്ട സമയവും കൂടിയാണ് നിങ്ങൾക്ക്. എന്ന് വെച്ച് വലിയ തോതിൽ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതുള്ള ചെറിയ ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുടെ കാഠിന്യത്തെ കുറയ്ക്കാൻ കഴിയുന്നതായിരിക്കും. എന്തു തന്നെയായാലും അതിലൊന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്ര ജാതകരാണ്. അഗ്നിയുടെയും സൂര്യൻ്റെയും പ്രതീകമായിട്ടുള്ള കാർത്തിക നക്ഷത്ര ജാതകർ വലിയ തോതിലുള്ള പരീക്ഷണ കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക്. ഈ നക്ഷത്ര ജാതകർക്ക് നിലവിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് വരും ദിവസങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. മുൻകോപം നിയന്ത്രിക്കുക. പെട്ടെന്നുള്ള ദേഷ്യമൊക്കെ വരുന്ന ആൾക്കാരായിരിക്കാം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് പ്രകോപനപരമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകരിൽ നിന്നൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒന്നീ വാഗ്വാദങ്ങളിലൊക്കെ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റി നിർത്തുക. രമ്യതയിൽ പോകാൻ ശ്രമിക്കുക. തൊഴിലിടങ്ങളിൽ ചില മാനസിക ക്ലേശങ്ങൾ അനുഭവിക്കുവാനുള്ള സമയവും കൂടിയാണ്. ചില വെല്ലുവിളികളൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമെങ്കിൽ ഉറപ്പായി നിങ്ങൾ മുമ്പോട്ട് അങ്ങനെ തന്നെ പോവുക. കാരണം വലിയ പ്രശ്നങ്ങളിലൊന്നും ചെന്ന് അകപ്പെടാതിരിക്കാൻ അത് കാരണമായി തീരുന്നതായിരിക്കും. രംഗം നമുക്ക് വഷളാക്കാതെ ജോലി സ്ഥലത്തൊക്കെ ഒരു ന്യൂട്രലിൽ പോകാൻ ഇത് മൂലം നമുക്ക് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള ചില കോട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. കടം കൊടുത്ത പൈസകളിൽ ഒരു ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് തിരിച്ചു തരാതിരിക്കുന്ന സാഹചര്യങ്ങളും അവരുമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. പുതിയ ബിസിനസ് സംരംഭങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. വലിയ തുകകൾ കടം കൊടുക്കുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രേഖകളെല്ലാം തന്നെ തയ്യാറാക്കി വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾ ക്രയവിക്രയം ചെയ്യുവാൻ പാടുള്ളൂ. ഇല്ലാത്ത പക്ഷം അത് നിങ്ങൾക്ക് ദോഷമായിട്ട് ഭവിക്കുവാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്ര ശ്രദ്ധയോടുകൂടിയും എത്ര വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാലും ശരി, നമ്മൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാക്കിയതിന് ശേഷം മാത്രമേ പണം ഇടപാട് കാര്യങ്ങളിൽ നിങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അടുത്ത ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ച് താമസിപ്പിക്കാതെ അതിന് വേണ്ടുന്നുള്ള ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങൾ നേടുക എന്നുള്ളതാണ്. ഏറ്റവും അടുത്ത് തന്നെ ഡോക്ടറെ പോയി കണ്ട് അതിനുള്ള മരുന്നുകളോ അല്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള പ്രതിവിധികളോ ഒക്കെ ചെയ്യുക. കാരണം ഇത് മാറും എന്നുള്ള രീതിയിലേക്കൊന്നും വെച്ചുകൊണ്ടിരിക്കല്. പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഉടൻ തന്നെ അതിനു വേണ്ടിയുള്ള വൈദ്യസഹായം തേടേണ്ടതാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ വരുന്ന സമയത്തെ പ്രശ്നങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ കാരണമായി തീരുന്നതായിരിക്കും. അതായത് ഞായറാഴ്ച ദിവസങ്ങളിൽ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക, ശിവക്ഷേത്ര ദർശനം നടത്തുക. കഠിനമായിട്ടുള്ള പ്രശ്നങ്ങളെ ശമിപ്പിക്കുവാൻ വളരെ ഉത്തമമാണ് ശിവക്ഷേത്ര ദർശനങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർ ശിവക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് ശിവഭഗവാന് കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. ഇത് രണ്ടാമതായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ആയില്യം നക്ഷത്ര ജാതകരാണ്. വളരെ ജാഗ്രത പുലർത്തേണ്ട നക്ഷത്ര ജാതകരാണ് ഈ ആയില്യം നക്ഷത്ര ജാതകർ. ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ പല പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ കഴിയുമെങ്കിലും ചില സമയങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ മാറി ആ പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ കാരണമായി തീരുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ പ്രധാന വെല്ലുവിളികൾ കുടുംബത്തെ അസ്വാരസ്യങ്ങൾ വർദ്ധിക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെയാണ് ഈ സമയം. പെട്ടെന്ന് ദേഷ്യപ്പെടുവാനും പെട്ടെന്ന് കുടുംബകലഹവും ഉണ്ടാകുവാനും കാരണമായി തീരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ ഈ സമയങ്ങളിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. കുടുംബകാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. സംസാരിക്കുമ്പോഴൊക്കെ ആത്മനിയന്ത്രണത്തോടു കൂടി സംസാരിക്കുക. നാവിൽ നിന്ന് വരും വിന എന്ന് പറയുന്നത് പോലെ തന്നെയാണ്
പെട്ടെന്ന് നാവിൽ നിന്നും വിന വന്ന് ചേരുവാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഈ സമയം പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ സൗഹൃദങ്ങൾക്കിടയിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. ദൂരയാത്രകൾക്ക് വളരെ ശ്രദ്ധയോടുകൂടി നടത്തുക. വാഹനം ഓട്ടിക്കുമ്പോൾ അമിത വേഗം എടുക്കാതെ നിങ്ങൾ വാഹനം ഓട്ടിക്കുക. അതുപോലെ തന്നെ രാത്രികാല യാത്രകൾ കഴിയുന്നത്രയും നമ്മൾ ഒഴിവാക്കി വെക്കുക. അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ മാനസികമായിട്ട് വലിയ ടെൻഷനും വലിയ സമ്മർദ്ദങ്ങളൊക്കെ കടന്നു വരുവാനുള്ള സാഹചര്യങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അമിതമായിട്ടുള്ള ചിന്തകളൊക്കെ നിങ്ങളങ്ങ് മാറ്റി വെക്കുക. അമിതമായിട്ടുള്ള ചിന്ത നിങ്ങൾക്ക് വിഷാദ രോഗത്തിലേക്ക് പോലും എത്തിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെയധികം സംഘർഷങ്ങൾ അനുഭവിക്കുവാൻ വഴിതെളിയിക്കുന്ന സമയമൊക്കെയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധ പുലർത്തിക്കൊണ്ട് നിങ്ങൾ പോവുക. പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഏറ്റവും അടുത്ത ആൾക്കാരുമായിട്ട് തുറന്ന് സംസാരിച്ച് അതിനുള്ള പരിഹാരങ്ങളൊക്കെ കാണുക. ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. നിങ്ങൾക്ക് വരുന്ന പ്രശ്നത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ അത് കാരണമായി തീരുന്നതായിരിക്കും. വിഷ്ണു സഹസ്രനാമങ്ങൾ ജപിക്കുക. ഈ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന പ്രശ്നങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാൻ അത് കാരണമായി തീരുന്നതായിരിക്കും. അതുകൊണ്ട് ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. ക്ഷേത്രങ്ങൾക്ക് പോയി പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. അടുത്ത മൂന്നാമത് പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ചോതി നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകരും വളരെയേറെ പ്രതിസന്ധികളും തൊഴിൽ രംഗത്ത് വളരെയധികം ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ പ്രതീക്ഷയൊക്കെ വിപരീത പദത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാതിരിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതൽ. എന്ന് വെച്ചാൽ നടക്കില്ല എന്നല്ല, ഈ മാസങ്ങളിൽ നടന്നു കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. കഠിനമായിട്ട് പരിശ്രമിക്കുക. അതുപോലെ തന്നെ വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങളുള്ള സമയങ്ങളിൽ മാറി സഞ്ചരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. തൊഴിൽ മേഖലയിൽ ശത്രുക്കളുടെ എണ്ണം കൂടുവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ചില മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ശത്രുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഈ സമയം നിങ്ങൾ കടന്നാക്രമിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതായത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു കാരണവശാലും നിങ്ങൾ അവരെ ഉപദ്രവിക്കാതിരിക്കുക. അത് നിങ്ങൾക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണപ്പെടുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഉണ്ടായേക്കാം. വസ്തു വിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്ന് നീണ്ടു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടിയും തികഞ്ഞ അർപ്പണ മനോഭാവത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുവാൻ തയ്യാറാകുക. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും വലിയ സൗഭാഗ്യങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറിക്കിട്ടുവാൻ ഇത് കാരണമാക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത മാറ്റങ്ങളും ജീവിത വിജയങ്ങളൊക്കെ ഇതുമൂലം കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. ചോതി നക്ഷത്ര ജാതകർ ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്ത്രക്ഷേത്രങ്ങളിൽ പോകുന്നതും ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിൽ പോയി ഹനുമാൻ സ്വാമിക്ക് വെറ്റില സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ ദോഷങ്ങൾ ഒഴിയുന്നതിന് കാരണമായി തീരുന്നതായിരിക്കും. തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങൾക്ക് മാറിക്കിട്ടതായിരിക്കും. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്ര ജാതകരും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. ശുക്രന്റെ നക്ഷത്രമാണെങ്കിലും ഈ കാലയളവ് ഇവർക്ക് തടസ്സങ്ങൾ നേരിടുവാനുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് ഒന്ന് മാറ്റിവെക്കുന്നത് ഉത്തമമായിരിക്കും. വിശ്വാസവഞ്ചനയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കാരണമാകുന്ന സമയമാണ്. എല്ലാവിധമായിട്ടുള്ള സൗഹൃദങ്ങളിലും നിന്നും ഒരു അകലം പാലിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. രഹസ്യ സ്വഭാവത്തോടു കൂടി ഓരോ പ്രോജക്റ്റുകളും നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ എപ്പോഴും ഇപ്പോൾ രഹസ്യ സ്വഭാവത്തോട് കൊണ്ട് പോവുക. കാരണം അതൊക്കെ ചോരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഈ നക്ഷത്ര ജാതകർ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ലളിത സഹസ്രനാമങ്ങൾ ജപിക്കുന്നതും പൂരാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായിട്ടുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് വരും കാലങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ സമയം വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ജീവിക്കുക. ഈശ്വര വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക. ഈശ്വരൻ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കാഠിന്യം കുറച്ച് തരുന്നതായിരിക്കും. ഇവിടെ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ദോഷകാലമുണ്ടെന്ന് കരുതി ഒട്ടും ഭയപ്പെടേണ്ടതില്ല. കാരണം ജ്യോതിഷം എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്നതല്ല, മറിച്ച് മുൻകൂട്ടി കണ്ട് ജാഗ്രത പാലിക്കാനുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈശ്വര അനുഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോവുകയും ചെയ്താൽ ഏത് വലിയ ദോഷങ്ങളെയും നമുക്ക് മറികടക്കാൻ സാധിക്കും. ദിവസവും രാവിലെ ഉറക്കമെഴുന്നേറ്റ് വിളക്ക് തെളിയിക്കുക, പ്രാർത്ഥിക്കുക. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് കൊണ്ടുവരുന്നതായിരിക്കും. സൗഭാഗ്യമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. ഇപ്പോൾ സമയം ചെറിയ മോശമാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ശ്രദ്ധയോടുകൂടി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ നിങ്ങൾക്ക് വലിയ തോതിലുള്ള മാറ്റങ്ങളും ഈശ്വര അനുഗ്രഹങ്ങളും കൊണ്ട് ഏത് വലിയ പ്രശ്നത്തെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുന്നതായിരിക്കും. എല്ലാവരും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും നടത്തുന്ന പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളൊരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങൾ ഈ പൂജയിൽ ഉൾപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിൽ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിക്കുക. ഉറപ്പായും ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും.